Welcome back to my channel Art with Sadija. Here we will discuss all about art. ഇത്തവണ ആർട്ട് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതിൻ്റെ ആർട്ട് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതിന് വേണ്ട സ്കെച്ച് ബുക്കൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്, കണക്റ്റഡ് ആയിരുന്നു. ബോംബെ ചെന്നിട്ടായിരുന്നു സിംഗപ്പൂരിലേക്കുള്ള യാത്രയുടെ ആർട്ട് വ്ളോഗാണിത്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ കവർ ചെയ്തിരിക്കുന്നത് ചൈന ടൗണിൽ പോയിട്ടുണ്ട്, മറീന ബേ സാൻഡ് അവിടെ പോയിട്ടുണ്ട്, പിന്നെ ഒരു ആർട്ട് മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ മുംബൈ എയർപോർട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ സിംഗപ്പൂരിലേക്കുള്ള യാത്രയായത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഞാനും ഫാമിലിയുണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും മേളിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് എക്സൈറ്റ് ചെയ്തത് അവിടുത്തെ എന്താ പറയുക ചങ്കി എയർപോർട്ടാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ എൻട്രി ചെയ്യേണ്ട താമസം ഉണ്ടാകുന്നത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ക്രിയേറ്റീവായിട്ടാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നത്, നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ആക്ച്വലി അതിൻ്റെ സ്കൈയുടെ പോർഷൻ ഒറിജിനൽ അല്ല, അത് ഡിജിറ്റലാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഗോ ട്രിപ്പിംഗ് അവരുടെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. As you know, Singapore is very small country. Yeah. So, but it's very expensive also. Correct. Yeah, because we have no land for farming, and everything we import from out of country. Okay. Yeah, so that's. ആക്ച്വലി നമുക്ക് യാത്രാക്ഷീണം ഒന്നും തോന്നിയില്ല കേട്ടോ. കാര്യം ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മളെ അത്രയ്ക്ക് എക്സൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റോഡാണെങ്കിൽ നല്ല സൂപ്പർ റോഡ് കേട്ടോ. ചുറ്റുമുള്ള ഗ്രീനറി ഭയങ്കര അടിപൊളിയായിട്ടാണോ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ചെടികളൊക്കെ നല്ല ഓർഡറായിട്ട് വെച്ച് ഒരുപാട് മരങ്ങളൊക്കെ ഒരു മാക്സിമം ഗ്രീനറി എല്ലായിടത്തും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. Driveway, so at least we can save our time. So on the way is Suntec City. Okay. Suntec City, the fountain of the wealth, the fountain of the water. There was a shooting by Hindi movie Krish. Yes. Yeah. So we will drive through that place. Then after that we go to the Jalan Sultan, duty free. Then there is you can take your breakfast also. Then after that we go Merlion, Chinatown. Okay. ഇതിൻ്റെ വോയിസ് ഓവർ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഓർത്തത്. ആക്ച്വലി ആ സമയത്ത് അവിടെ തർക്കം നടക്കരുത്. ഞങ്ങൾ ആ ജയൻറ്റ് വീലിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കത്തില്ലേ, അങ്ങനെ അതിൽ കയറണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. ആക്ച്വലി നമുക്കതിൽ കയറാൻ പറ്റില്ല. കാര്യം അവിടെ F1 റാലി നടക്കുന്നുണ്ട്, ഫോർമുല 1 കാർ റേസിംഗ് നടക്കുന്നത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഞങ്ങൾക്ക് അത് മിസ്സായി. And this place, our Chinese people, they believe if we take one complete round, during the round, if you have any wish for your business or your wealth, that wish will become true within 1 year. Okay. So this is how, 50% people they believe, how you take it, So this is the fountain of the wealth in front of you. Yeah, here was shooted by Hindi movie is a Krish. The water is, I think, after 11 they will open the water. Okay, so we take one complete round here. ഹിന്ദി സിനിമ കൃഷ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റൗണ്ട്. അയാൾ പറഞ്ഞു തന്ന ഇതിന് ചുറ്റുമാണ് സൺടെക് സിറ്റിയുടെ ഇതിന് ചുറ്റും ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആഗ്രഹിക്കുന്ന വെൽത്തോ അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയണത്. എന്തായാലും ആൾ ഞങ്ങളെ അതിന് ചുറ്റുമായിട്ട് ഒരു റൗണ്ട് വണ്ടിയിൽ കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നടക്കുമെന്ന് നോക്കട്ടെ. ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. അത് ഒരു റൗണ്ട് ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. Arabs are also there here? Yes. Means Singapore citizens? Yes, sir. Okay, so Arab natives are also there? Yes. So Singapore have Indian natives, Chinese, Indian, yes, Arabs, Malay. Okay. Yeah, Malay Muslim.
This area is calling Kampong Glam. Okay. Yeah, Kampong means Malay word is a village. Okay. So here majority of will be from people from Malaysia. No, sir. No, not Malaysia. Old Malay. Local Singaporeans and Arab. Tekka Center. Okay. Yeah, so I drop you here at the center. Your left side, your right side, all the restaurants, and in front, Mustafa Center. Okay. It's a very big shopping mall. Okay. Everything you can find in Mustafa Center, sir. Okay. So I will pick you up at the same place here. Okay. Okay, this side. ഞങ്ങൾ അവിടെ ആൾ ഡ്രോപ്പ് ചെയ്തു. അവിടെ അടുത്തൊക്കെ മുസ്തഫ സെൻറ്റർ അടുത്തായിട്ട് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി ആൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന സമയത്താണ് ഒരു സർപ്രൈസായിട്ട് ഒരു ഇത് കണ്ടു കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മുടെ ആനന്ദഭവൻ്റെ വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് മെർലിൻ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. ഇത് ആ കൃഷിയിൽ കാണിക്കുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയണേ. ആ കാണുന്ന ബിൽഡിങ്ങാണ് MBS എന്ന് പറയുന്നത്, മെറീന ബേ സാൻഡ് എന്ന് പറയും. നമ്മൾ അതിൻ്റെ ഏറ്റവും മേളിലത്തെ ഇതിൽ കയറുന്നുണ്ട് കേട്ടോ. സ്കൈ പാർക്കിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ താമര പോലെ കാണുന്നതാണ് ആർട്ട് സയൻസ് മ്യൂസിയം. അവിടെയും പോകുന്നുണ്ട് ഇന്ന്. ഈ ബിൽഡിങ് ഞങ്ങൾ അവിടെ എത്തിയ ശേഷം നമ്മൾ എപ്പോഴും സിംഗപ്പൂരിൻ്റെ ഒരു ഇതായിട്ട് ഒരു പ്രത്യേകതയായിട്ട് കാണുന്ന ഒരു ഫിഷും മെർലിൻ സ്റ്റാച്ചു എന്ന് വെച്ചാൽ ഒരു സിംഹത്തിൻ്റെ തലയും ഫിഷിൻ്റെ ബോഡി ആയിട്ടുള്ള ഒരു പ്രതിമ ഇപ്പം നമ്മൾ കാണാറില്ല വൈനിങ്ങനെ. അത് കാണാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. മെർലിൻ സ്റ്റാച്ചുവിൻ്റെ പടം 2025 എൻ്റെ വിഷൻ ബോർഡിൽ എഴുതുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. മെർലിൻ പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സിംഗപ്പൂരിൻ്റെ മെയിനായിട്ടുള്ളത് ഇവിടെ നോക്കുമ്പോൾ ഒരുവിധം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. MBSഉം മറ്റേ ആർട്ട് മ്യൂസിയം ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ചൈന ടൗണിലേക്കാണ് കേട്ടോ. ചൈന ടൗണിലെ ഒരു ചൈനീസ് ടെമ്പിളാണത്. അവിടെ ഇങ്ങനെ ഇച്ചിരി കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്. അതവിടെ ഇങ്ങനെ തൂക്കിയിരിക്കുന്ന ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടു. അവിടെ ഒരുപാട് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തില്ല. അവിടെ ജസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആർക്കിടെക്റ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലായിട്ട് ഞങ്ങളൊരു പെയിൻറ്റിങ് കണ്ടു കേട്ടോ. ഇത് ആരാണെന്ന് അറിയില്ല. കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. മൊത്തത്തിൽ അതിൻ്റെ ആർക്കിടെക്റ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചത് ഞങ്ങൾ ചൈന ടൗണിൽ നിന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് അടുത്ത അപ്പോഴേക്കും വണ്ടിയായിട്ട് എത്തുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വണ്ടി എത്തി. ഞങ്ങൾ നേരെ പോയി. ആക്ച്വലി ജനലിൽ കയറാത്തതിൻ്റെ നല്ല സങ്കടം തോന്നി കേട്ടോ. ഇത് നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ആ ദൂരെ കാണുന്നത് ക്ലൗഡ് ഫോറസ്റ്റും സൂപ്പർ ട്രീസും ആണ് കേട്ടോ. നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയ ആർട്ട് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയം എന്താണെന്ന് നമുക്ക് അത്യാവശ്യം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നിട്ട് എന്താ സംഭവമാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ആ ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് കുറേ നീല താമരയില്ലേ, അതിൻ്റെ മേളിൽ ഒരു പൂള് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിറച്ച് ആമ്പൽ എന്ന് വെച്ചാൽ നീലത്താമര ഇഷ്ടംപോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെടി പോലെ അത് വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ചുറ്റിലും അവിടേക്ക് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇരുന്ന് എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് പോയത്. അകത്ത് എന്താണെന്ന് നമുക്കറിയാം. 1-2 ഷോയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റീസിനൊക്കെ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ.
ഇത് റീസൈക്ലിംഗ് വാട്ടർ ആണെന്നാണ് പറയണത്. മേളിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഒരുപാട് ഉണ്ട് കേട്ടോ. പിന്നെ ആ ബിൽഡിങ് നമ്മൾ കണ്ടതാണ്. നമ്മൾ ദൂരെ ഒരു താമരയുടെ പോലെ ഇരിക്കുന്ന ഒരു ബിൽഡിങ് കണ്ടില്ലേ, ആ ബിൽഡിംഗ് ആണിത്. അത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ സ്കെച്ചിങ്ങും ഒക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എങ്ങനെയാണ്, എന്നാണ് ഇത് ഉണ്ടായത്, അതിൻ്റെ സ്കെച്ചിങ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ കേട്ടോ. ആ ഷേപ്പൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അവരതിൻ്റെ അകത്തോടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് പെട്ട പോലെയായിരുന്നു കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ മൊത്തത്തിൽ അതിൻ്റെ അകത്ത് ഇരുട്ട് ഫീലായിരുന്നു. പക്ഷെ അകത്തേക്ക് ചെന്ന ശേഷം കളേഴ്സും മൊത്തത്തിൽ എന്താ പറയുക, ഈ ഫ്ലവറൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വന്നതൊക്കെ ഭയങ്കര 3D ആയിട്ടാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണത്. അത് മൊത്തത്തിൽ നമുക്കൊരു വേറൊരു ലോകത്ത് പെട്ട ഒരു ഫീല് നമുക്ക് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ആ ലീവ്സൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വാങ്കോങ്ങിൻ്റെ പടത്തിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതയില്ലേ, അതെനിക്ക് അവിടെ ആ ഫ്ലവേഴ്സ് ഇങ്ങനെ പോകണം കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതാ ഓർമ്മ വന്നത് കേട്ടോ. അത് ആക്ച്വലി ഫ്ലവറിൻ്റെ ഇതിലുള്ള ആനിമൽസാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ പോയി ഇങ്ങനെ തൊടുകയാണെങ്കിൽ അതിങ്ങനെ പറന്ന് പോണ പോലെ കാണാം കേട്ടോ. ആക്ച്വലി ഇത് വെർച്വൽ അക്വേറിയം പോലെ നമുക്ക് ആദ്യം ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടു, നമ്മൾ ആ മീനിൻ്റെ അടുത്ത് കൈവയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തെന്നി മാറുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നോക്കി. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന ശേഷമാണ് ഇതിൻ്റെ റിയലായിട്ട് എന്താണെന്ന് മനസ്സിലായത്. ആക്ച്വലി അവിടെ നമുക്ക് നിന്ന് പടം വരയ്ക്കാം. അവരൊരു പേപ്പർ തരും, ക്രയോൺസും എല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി ആ പടം വരയ്ക്കാം. നമ്മൾ ആ പടം വരച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ക്രയോൺസ് എല്ലാം ഉണ്ട് കേട്ടോ. ഔട്ട്ലൈനൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്ന ടൈപ്പും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഇഷ്ടമുള്ളൊരു പടം ഇഷ്ടമുള്ള അതിൻ്റെ അകത്തുള്ള മോഡൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിലും ചെയ്യാം. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഈ പടം വരച്ച ശേഷം അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവരതൊരു പ്രൊജക്ടറിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അവർ പറയും ഇന്ന പ്രോസസ്സിലേക്ക് നോക്കിക്കോളൂ എന്ന് പറയും. അതായത് നമ്മൾ വരച്ച ആ ഫിഷ് ഇതേപോലെ തന്നെ വരും. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ കാണുന്ന ഓരോ സാധനങ്ങളും ആരൊക്കെയോ വരച്ചിട്ടതാണ്. എന്നിട്ട് നമ്മളത് നമ്മുടെ പേരൊക്കെ എഴുതുകയാണെങ്കിൽ ആ പേരൊക്കെ അതിലുണ്ടാവും. അത് നമ്മൾ തൊടുകയാണെങ്കിൽ ഇതിങ്ങനെ മൂവ് ആവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമായി. ഞാനും ഇരുന്ന് വരയ്ക്കുകയൊക്കെ ചെയ്ത് വരച്ചിട്ട് പേരൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
ഇത് നെക്സ്റ്റ് ഒരു അടുത്ത ആക്ടിവിറ്റി റൂമിലേക്ക് കയറിയാണ് കേട്ടോ. അവിടെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. അതെന്തോ ഒരു ആപ്പിൽ കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിം, സോറി ആപ്പല്ല, ഗെയിം എന്തോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ മോനൊക്കെ കുറച്ച് നേരം ഒന്ന് നല്ലപോലെ എൻജോയ് ചെയ്ത് കളിച്ചു കേട്ടോ. അത് ആക്ച്വലി ആ കുഞ്ഞു മനുഷ്യന്മാർ താഴെ വീഴാതെ നോക്കുക എന്നുള്ളതാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയാണ് ആ ഗെയിം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം അതൊക്കെ. ഇത് ആക്ച്വലി കയറി കഴിഞ്ഞപ്പോൾ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് അവിടെ നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പർ അവിടെ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. നമ്മൾ ഇങ്ങനെ റോക്കറ്റ് പോലെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയ ശേഷം നമ്മളവിടെ ഒരു കളർ കോമ്പിനേഷൻ പോലെ കാണുന്നുണ്ട്. അതിലേക്ക് നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്ത് വിടുമ്പോൾ അവിടെ ഇതിൽ കാണുന്ന കളർ അനുസരിച്ച് അവിടെ ഒരു റിഫറൻസ് വരും, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം അത് ഉണ്ടാക്കി ഇതാക്കാൻ കാണുന്ന സാധനം, അതേപോലെ അതിലേക്ക് നമ്മളിങ്ങനെ പറത്തി വിട്ടു. അപ്പോൾ നമുക്ക് ആ ഒരു കളറിൻ്റെ ഇതിങ്ങനെ വരും. നല്ല രസമായിരുന്നു അത്, പിള്ളേർക്ക് ഇഷ്ടമായി, ഞാനും ചെയ്തു വരണം. ഇതിൻ്റെ സയൻറ്റിഫിക് വശം അറിയില്ല കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് അനങ്ങുന്നില്ല, നമുക്ക് തോന്നുന്നതാ. ഇല്ല. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് കളർ കാണാൻ പറ്റില്ല, ആ കാല് ചവിട്ടുന്ന സാധനം മാത്രമേ കാണാവുള്ളൂ. നമ്മളിതിൽ പിടിക്കുവാണ്. പക്ഷെ ആ ഒരു കളറിൻ്റെ ഒരു ഇല്യൂഷൻ വെച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ചവിട്ടുന്ന സാധനം മൂവ് ആകുന്നുണ്ടെന്ന്. ആക്ച്വലി അത് മൂവ് ആവുന്നില്ല, അത് ആ ഒരു കമ്പിയിൽ ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടാ ഇറങ്ങണ്ടേ? നിക്കൂ, എഫക്റ്റ് കണ്ടിട്ട് ഞാൻ ഇറങ്ങി കയറിയതാണ്. അല്ല, എവിടെയെങ്കിലും പോയി ഇടിക്കുവോ? ഇടിക്കില്ല, അത് ലൈറ്റാണ്. അത്രയ്ക്ക് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പെട്ട പോലെ ഒരു ഫീലാണ് കേട്ടോ. നല്ല രസമാണ് കാണുക. അത് ആ കമ്പിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കളറിങ്ങനെ അത് പല പല കളറിൽ ഇതിങ്ങനെ മാറും. അത് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പിന്നെ അങ്ങോട്ട് ഓരോ കളറ് ആ ലൈറ്റ് കൊണ്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. പല പല കളറിൽ ഇത് വരുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ. നമ്മൾ നിൽക്കുന്ന സ്ഥലവും ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വേറൊരു ഫീലാണ്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് മിററാണ്. അപ്പോൾ ഈ കളർ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. അത് കാണുമ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അത് നെക്സ്റ്റ് ഞങ്ങൾ പോയത് മെറീന ബേ സാൻഡിലേക്കാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ സ്കൈ പാർക്കിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അതിനും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടി. അതിനൊക്കെ ടിക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയതിൻ്റെ സ്റ്റോറിയൊക്കെ അവർ പിക്ചർ സഹിതം കാണിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. അതിനുശേഷം നമ്മൾ ലിഫ്റ്റിലാണ് മേളിലേക്ക് പോയത്. ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും പിന്നെ ഹോട്ടൽസും അങ്ങനെയൊക്കെയാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലാണ്. അതൊരു 56, അതെ 56 ഉണ്ടെന്നാണ് ഞാനപ്പോൾ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞ, പക്ഷേ അത് കറക്റ്റാണ്. 56 നിലയിലേക്ക് നമ്മൾ ലിഫ്റ്റിൽ പോയിട്ട് ഏറ്റവും ടോപ്പിൽ എത്തുകയാണ്. സിംഗപ്പൂരിൻ്റെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മേളിൽ നോക്കുമ്പോൾ ഒരുപാട് വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ലപോലെ കവർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫ്ലവർ ഡോമും നമ്മുടെ ഇതും ആർട്ട് സയൻസ് മ്യൂസിയം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സൂപ്പർ ട്രീസും ക്ലൗഡ് ഫോറസ്റ്റിൻ്റെയൊക്കെ ബിൽഡിങ്ങൊക്കെ നമുക്ക് മേളിൽ നിന്നിട്ട് കാണാം. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അതൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അത് കാണുന്നതാണ് ജയൻറ്റ് വീല്. അത് കണ്ടോ, ഇതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം നല്ല വ്യൂ തന്നെ കാണുന്നു. ഓൾമോസ്റ്റ് മുഖ്യ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്നാണ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
അവിടെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ ആ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നേരെ സൂപ്പർ ട്രീ കാണാൻ പോയത്. അതിൻ്റെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും രാത്രിയായി. ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ വണ്ടിയായിട്ട് വന്നു. അങ്ങനെ സിംഗപ്പൂരിലെ ഡേ ഫസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ അവർ ഓരോ സീസണനുസരിച്ച് മാറും കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ സൂപ്പർ ട്രീ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിങ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പം നല്ല രസമാണ്. ഒരു പാട്ടിൻ്റെ അതിനനുസരിച്ചൊക്കെയാണ് അവർ ലൈറ്റ് ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല കളറിൽ കേട്ടോ. ആക്ച്വലി സൂപ്പർ ട്രീയുടെ മേളിൽ നമുക്ക് കയറാം കേട്ടോ. അതിലേറ്റവും വലിയതിൻ്റെ ഏറ്റവും വലിയതിൻ്റെ ട്രീയുടെ ഏറ്റവും മേളിൽ നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ അതിനും ഇത് പേബിളാണ്. നമുക്ക് അതിൻ്റെ മേളിൽ ഈ കാണുന്ന ചുറ്റുമുള്ള ഒരു റൗണ്ട് പോലെയുള്ളൊരു പാത്ത് പോലെയുള്ളൊരു സാധനമുണ്ട്. അതിൽ നമുക്ക് വേണേൽ കയറാം. അതിന് രണ്ടിനും സെപ്പറേറ്റ് ടിക്കറ്റാണ് വേണ്ടത്. ഈ ഏറ്റവും മുകളിലുള്ള ഈ സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി എന്ന് അതിന് പറയണേ. അതിൻ്റെ ഏറ്റവും മേളിലേക്ക് നമുക്ക് കയറി കുറച്ച് നേരം അവിടെ നിന്നാലും ഇതുപോലെ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. മൊത്തത്തിൽ ആ സൈഡ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതും അതിൻ്റെ മേളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇത് പല കളറിൽ വരുന്നത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഞങ്ങൾ ഒരു 20 minutes, എനിക്ക് തോന്നുന്നു 30 minutesോളം ഉണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ എല്ലാ ട്രീസും ഇതേപോലെ തന്നെ ലൈറ്റിംഗ് ഇടും. അതിന് മെയിനായിട്ട് വരുന്നത് ഈ സൂപ്പർ ട്രീ ആണ്. ഇതിൽ പല പല ലൈറ്റിലാണ് കേട്ടോ ഈ ലൈറ്റ് ഷോ വരുന്നത്. ഇത് നമുക്ക് കുറച്ച് നേരം കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഈ ലൈറ്റ് ഷോയോടുകൂടി ഇന്നത്തെ ദിവസം കഴിയുകയാണ്, ഡേ 1. ഇത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ക്യാബ് ഒരു 8:30 ആകുമ്പോൾ എത്തുമെന്ന് 8:30 9 o'clock ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഡേറ്റും അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വലിയ കാട്ട സാധനമാണ്.